ഒരിക്കലും സ്ട്രെസ്സും പ്രഷറും കൂടാതെ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല ഈ ഒരു ഫീൽഡിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാൻ പറ്റുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഉള്ളൂ. ഈ എല്ലാ വ്യക്തികൾക്കും ഒരേ MBBS കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയാലോ? സൂപ്പറായിരിക്കും അല്ലേ? 12 മണിക്കൂർ 15 മണിക്കൂർ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം ഷെഡ്യൂൾ കണ്ടെത്തി ആ ടൈം പഠിക്കുക. ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് പഠിച്ച് നീറ്റൊക്കെ നേടിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരേ റൂമിൽ നിന്ന് പഠിച്ച്, അതായത് റൂംമേറ്റ്സ് ആയിട്ടുള്ളവരും ഒരുമിച്ചിരുന്ന് പഠിച്ച് നീറ്റ് നേടിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ നിമിഷമാണ്. കാരണം ഒരു ബാച്ചിലുള്ള 32 പേർ ഒരുമിച്ച് നീറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത് മറ്റൊരു ബാച്ചുമല്ല, നമ്മുടെ കോഴിക്കോട്ടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ J12 ബാച്ചാണ്. യെസ്, അപ്പോൾ നമുക്ക് ഈ മിടുക്കരായ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ അവൻ്റെ പേരെന്താണ്? റിയാസുദ്ദീൻ, J12 ബാച്ചിലാണ്, മലപ്പുറത്ത് നിന്നാണ്. ഓക്കെ, എൻ്റെ പേര് രശ്വിൻ, ഞാൻ മണ്ണാർക്കാട് നിന്നാണ്. മുഹമ്മദ് നാഫി, ഞാൻ തലശ്ശേരി. ഷാഹിൻ അക്മൽ, കുന്നമംഗലം. കാർത്തിക്, കണ്ണൂർ. മുഹമ്മദ് തൗഫീൽ ഇ കെ, എവിടെ നിന്ന് വരുന്നു? മാവൂർ, കോഴിക്കോട്. ഫാദിൽ, കൊടുവള്ളി. ആസിഫ് മുഹമ്മദ് കെ, കോഴിക്കോട് കുറ്റിക്കാട്. അമൻ ജ്യോതിസ്, വരുന്ന പേരാമ്പ്ര. മൻസൂർ, പേരാമ്പ്ര. ഷിഫ്ന, മലപ്പുറം. റിസ, കൊണ്ടോട്ടി. ചന്ദന, കണ്ണൂർ. ഷാദിയ, മലപ്പുറം. അപർണ, കാസർഗോഡ്. പാർവണ, കോഴിക്കോട്. സന, വടകര. ജന്ന, മലപ്പുറം. ലിന ഫാത്തിമ, കോഴിക്കോട്. അരീബ, മലപ്പുറം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മിടുക്കരായ വിദ്യാർത്ഥികളുടെ പേരും നാടും ഒക്കെ നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ക്ലാസ് ടീച്ചറാണല്ലേ കൂടെ ഇരിക്കുന്നത്. മിസ്സിൻ്റെ പേരെന്താണ്? അഭിനയ. ഓക്കെ, ഒരു ബാച്ച് മൊത്തം അല്ലെങ്കിൽ ഒരു ബാച്ചിലെ 32 സ്റ്റുഡൻസും ഒരുമിച്ച് നീറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ശരിക്കും അവരുടെ കൂട്ടായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ എഫേർട്സ് ഉണ്ട്. മിസ്സിന് എന്താണ് ഈ ഒരു വിജയത്തിൽ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളത്. ഇവർ എഫേർട്ട്, എൻ്റെ എഫേർട്ടിനപ്പുറം ഇവർ എഫേർട്ടാണ് ഇവരെ കൂടുതൽ എത്തിച്ചേക്കുന്നത്. അപ്പോൾ ഒരു വർഷം നമ്മുടെ കോഴിക്കോട്ടെ ഈ സെൻറ്ററിൽ വന്ന് നിന്ന് പഠിച്ച് ഈ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ഇവിടെ നമ്മളിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് നമ്മളിപ്പോൾ മാറാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനെ പറ്റി പറയാനുള്ളത്? ഒരു കൊല്ലത്തെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ഞാൻ വീട്ടിലെല്ലാം എനിക്കിതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. എൻ്റെ ഹോസ്റ്റൽ റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ല, ഫുൾ സിസ്റ്റേഴ്സ് പോലെയായിരുന്നു. അത് ക്ലാസ് റൂമിലായാലും എല്ലാവരും ഒരു ഇങ്ങനെ നല്ല വൈബുള്ള, ഒരേപോലെ വൈബുള്ള പോലെയായിരുന്നു എല്ലാവരും. അതുകൊണ്ട് പഠിക്കണേനൊന്നും നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പിന്നെ ബ്രില്യൻറ്റിൻ്റെ എല്ലാ സഹായം കൊണ്ട് നേടി. അപ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സിനോടൊക്കെ എന്താണ് പറയുന്നത്? കാരണം അവർ നിങ്ങൾ ഏത് സമയത്ത് അവരോടൊരു ഡൗട്ടൊക്കെ ചോദിച്ചാൽ അവർ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരാൻ മനസ്സ് കാണിക്കുന്ന അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള, സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? ആദ്യം അവരോട് താങ്ക്സ് തന്നെ പറയണ്ടേ. കാരണം നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പ്രൊഫസേഴ്സ് കാണുമ്പോൾ ഒരു പ്രൊഫസേഴ്സും നമ്മളെ ഒഴിവാക്കി വിടൂല. അത്രക്കും അവർ തന്നെ നമുക്ക് കൺസെപ്റ്റ് വൈസ് എന്താ ബേസിക് ലെവൽ വരെ നമുക്ക് എന്ത് വേണം ഡൗട്ട് ചോദിക്കാം. പിന്നെ എല്ലാ സാറുമാരും അടിപൊളിയായിട്ട് എപ്പോഴും ഒരു സാറുമാർ 2-3 സാറുമാർ എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഹോസ്റ്റലേഴ്സ് ആയിരുന്നു അല്ലേ? റൂംമേറ്റ്സ് ആയിരുന്നു അല്ലേ? ആരൊക്കെ ഉണ്ടായിരുന്നു? റൂംമേറ്റ്സ് അല്ല, ഒരുമിച്ച് വേറെ ആയിരുന്നു. ഓക്കെ, എങ്കിലും സ്റ്റിൽ ഒരേ ഹോസ്റ്റലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പൈൻ സ്റ്റഡി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? കമ്പൈൻ സ്റ്റഡി ഞങ്ങൾക്ക് ഡൗട്ട് വയ്ക്കാൻ ഭയങ്കര സുഖമായിരുന്നു. ഇപ്പം നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വേറെ ഫ്ലാറ്റിൽ പോയിട്ട് അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അപ്പം തന്നെ നമുക്ക് ഡൗട്ട് തീർന്നു കിട്ടായിരുന്നു. പിന്നെ കമ്പൈൻ സ്റ്റഡി ഇടയ്ക്കൊക്കെ പിന്നെ സ്റ്റഡി ഹാളിൽ ഇരുന്ന് ഒരുമിച്ച് പഠിക്കുമായിരുന്നു. അതൊക്കെയാണ് കമ്പൈൻ സ്റ്റഡി ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മോളുടെ ഒരു ദിവസത്തെ ഒരു പഠന ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? അങ്ങനെ സബ്ജക്റ്റ് വൈസ് ഒക്കെ വീതിച്ച് വെച്ചാണോ പഠിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ടൈം ടേബിളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ടൈം ടേബിൾ എഴുതി വെക്കും, പക്ഷെ അതുപോലെ നടക്കൂല. അത് നമ്മൾ ഓരോ ദിവസവും എഴുതി വെക്കുന്നതായിരിക്കില്ല നടക്കുക. മനസ്സിൽ വേറൊരു ടൈം ടേബിൾ ഉണ്ടാവും, അതായിരിക്കും അന്നത്തെ ദിവസം നടക്കുക. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റി. ബ്രില്യൻറ്റിൽ ഹോസ്റ്റലിൽ നല്ല ഫെസിലിറ്റീസൊക്കെ, പിന്നെ ഞാൻ അധികം ഇവിടെ റെഫറൻസ് ഫെസിലിറ്റി ആയിരുന്നു ഉപയോഗിച്ചത്. അതൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തു. പിന്നെ അഭിനയ മിസ് എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇത്രയും നന്ദി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് ഈ കൂടെ നിൽക്കുന്നത് അല്ലേ? നിങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ കൂടെ ആയിരുന്നു. ഓക്കെ, എന്താണ് മിസ്സിനെ പറ്റി പറയാനുള്ളത്? മിസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും വെച്ചും. ഞങ്ങൾ ചോദിക്കണേനൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലായിട്ട് എന്തെങ്കിലും വന്നാലും മിസ് കൂടെ നിന്ന് എല്ലാവരും ഏട്ടത്തിനെ പോലെ തന്നെ, അതായത് ഒരു ചേച്ചിനെ പോലെ തന്നെ വന്നിട്ട് നമുക്കെല്ലാവരും വിഷമമൊക്കെ അടുക്കി തന്ന് നല്ല കൂടെ തന്നെയായിരുന്നു എപ്പോഴും. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇവിടെ മോനെ, അപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വന്ന് പലപ്പോഴും നിങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും നിങ്ങൾ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മോട്ടിവേഷൻ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയത്? സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ് സാറ് പറയൽ.
സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മൾ നീറ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും ഈ സ്ട്രെസ്സ് പ്രഷറൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരിക്കലും സ്ട്രെസ്സും പ്രഷറും കൂടാതെ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല ഈ ഒരു ഫീൽഡിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാൻ പറ്റുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും വിചാരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് സത്യം പറഞ്ഞാൽ ഇവിടെ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നീറ്റ് എഴുതി വളരെ മികച്ച വിജയം കരസ്ഥമാക്കി നിൽക്കുന്ന ആൾക്കാരാണല്ലേ? ഓക്കെ. പക്ഷേ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റ് എഴുതാനായിട്ട് ഇപ്പോൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും അതുപോലെ തന്നെ +1 +2 പഠനത്തോടൊപ്പം ഒക്കെ നീറ്റിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് 2026 നീറ്റിന് വേണ്ടി. അപ്പോൾ ഇത് ക്രാക്ക് ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഇനി എഴുതാൻ പോകുന്നവരോട് അവരൊരിക്കലും ചെയ്യരുതാത്തതും എന്നാൽ നിർബന്ധമായും ചെയ്യണം എന്ന് പറയാനുള്ള സജഷൻ എന്താണ്? ആദ്യം തന്നെ ഇവിടുന്ന് എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് തരുന്നുണ്ട്. ആ മെറ്റീരിയൽസ് കറക്റ്റ് വർക്ക് ബുക്ക് ആയാലും ഓരോ ചാപ്റ്റർ എടുത്ത് കഴിയും തോറും അതിനനുസരിച്ചുള്ള NCERT വായിക്കുക, കറക്റ്റ് ആ പോർഷൻ വായിക്കുക, അതിനനുസരിച്ച് NCERT ക്വസ്റ്റ്യൻസും ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും വർക്ക് ബുക്കും കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ആ ടൈം ഷെഡ്യൂളിൽ തന്നെ കറക്റ്റ് ചെയ്യുക. എന്നാൽ ലാസ്റ്റിലേക്ക് നമുക്ക് ബേർഡൻ എല്ലാം കുറച്ച് ഒഴിവായി കിട്ടും. പിന്നെ ശനി ഞായർ നമുക്ക് ഫ്രീ ടൈം എല്ലാം കിട്ടും. അന്നേരം പുറത്തുനിന്നുള്ള കുറേ ഗൈഡുകളൊക്കെ ഉണ്ടാവും, അതെല്ലാം എടുത്ത് ചെയ്യുക. അത് ചെയ്യണം എന്ന് പറഞ്ഞത് ഒരിക്കലും ചെയ്യരുതാത്ത എന്നുള്ള സജഷൻ എന്താ? ചെയ്യരുതാത്ത ഒന്നാമത് തീരെ പെൻഡിങ് വെക്കാൻ പാടില്ല. പെൻഡിങ് വെക്കാൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും നല്ലൊരു ഹെവി ബേർഡൻ ആവും, കുറേ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ അന്നേരം നമുക്ക് ഡീമോട്ടിവേഷനൊക്കെ അടിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ ഇത്രയും ചാപ്റ്റർ കവർ ചെയ്തില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, കിട്ടുമോ കിട്ടില്ലയോ, ആ ടെൻഷനൊക്കെ ആദ്യം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അന്നന്ന് എടുക്കുന്ന പോർഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ച് പോകാൻ വെച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും എന്നാലും ഉണ്ടാവില്ല. പിന്നെ 12 മണിക്കൂർ 15 മണിക്കൂർ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം ഷെഡ്യൂൾ കണ്ടെത്തി ആ ടൈം പഠിക്കുക. അല്ലാണ്ട് ബാക്കിയുള്ളവർ നിർബന്ധിച്ചിട്ട് പഠിക്കണം യാതൊരു ഇതുമില്ല. അത് നമുക്ക് തന്നെ ഒരു സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യും. സമയത്തിനല്ല, നമ്മൾ എപ്പോൾ പഠിക്കുന്നോ ആ പഠിക്കുന്നത്. നേരത്തെ എണീക്കുന്ന ചിലവരൊക്കെ നേരത്തെ എണീക്കുന്നതായിരിക്കും. നേരത്തെ എണീച്ച് പഠിക്കുക. ചിലർക്ക് രാത്രി പഠിച്ചാൽ പറ്റില്ല എന്ന് വെച്ചാൽ നേരത്തെ കിടക്കുക, അതിനനുസരിച്ച് നേരത്തെ എണീക്കുക. ഒരു ലേറ്റായിട്ട് പഠിക്കുന്നവരുണ്ടാവും, അങ്ങനെ കിടക്കുക. പിന്നെ ഉറക്കം ഒരിക്കലും ഒഴിവാക്കരുത്. ഉറക്കം ഒഴിവാക്കിയത് ലാസ്റ്റ് ആകുമ്പോൾ എന്തായാലും പ്രശ്നം കിട്ടും. മിനിമം ഒരു 6 മണിക്കൂർ എന്തായാലും ഉറങ്ങണം, 6 to 8. ബാക്കിയെല്ലാം പിന്നെ ഉറക്കം നിർബന്ധമാണ്. നമ്മൾ കുറച്ച് പഠിച്ചില്ലെങ്കിലും ഉറക്കം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ സ്കോറിന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും വ്യത്യാസം വരും. പിന്നെ ടെൻഷൻ കൂടും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്കം ഒരു മെയിനാണ്. അപ്പോൾ മോള് ഈ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിന്ന് പോകാൻ പോവുകയാണ്. ലൈക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ വഴികളിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യാൻ പോകുന്നത് എന്നതായിരിക്കും? ഹോസ്റ്റലിൽ തന്നെ. ഹോസ്റ്റലിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും ഭയങ്കര നമ്മൾ ക്ലാസ്സിലെ ഗേൾസ് മൊത്തം ഒരേ ഹോസ്റ്റലായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും അല്ലേ? ഈ എല്ലാ വ്യക്തികൾക്കും ഒരേ MBBS കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയാലോ? സൂപ്പറായിരിക്കും അല്ലേ? അത് കിട്ടുവാണെങ്കിൽ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ വകുപ്പും അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതുകൊണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. ഇതാ കണ്ടില്ലേ, വളരെ സന്തോഷത്തിലാണ് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ കോഴിക്കോട് ബ്രാഞ്ചിലെ നമ്മുടെ J12 ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി ഒരുപാട് ദൂരങ്ങൾ നിങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്. ആ യാത്രയിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.